അനന്തപുരിയിൽ കലോത്സവ ആരവമാണ്. വേദികളിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ഷിനോജ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷിനോജ്, കലോത്സവത്തിന്റെ ആദ്യ ദിനമാണ് ഇന്ന്. എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന മത്സര ഇനങ്ങൾ? മോഹിനിയാട്ടം ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടേതാണ് ഏറ്റവും ആദ്യത്തെ മത്സരമെന്നറിയാം. മോത്തി, ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. വേദി 7 ഇവിടെ ഇപ്പോൾ ചാക്യാർകൂത്ത് മത്സരം, ഹൈസ്കൂൾ വിഭാഗം ചാക്യാർകൂത്ത് മത്സരങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. അതുപോലെ ഇത്തവണയും മത്സരങ്ങളൊക്കെ തന്നെ വൈകിയാണ് തുടങ്ങിയത്. 11 മണിക്ക് തുടങ്ങുന്ന മത്സരം ഏകദേശം 12:30 ആയ സമയത്താണ് ചാക്യാർകൂത്ത് മത്സരങ്ങളൊക്കെ തന്നെ ആരംഭിച്ചത്. എന്തായാലും മൂന്നാമത്തെ മത്സരാർത്ഥിയാണ് ഇപ്പോൾ സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് ആടുകൾ, പ്രത്യേകിച്ച് 4 ക്ലസ്റ്ററാണ് ആകെ ഉള്ളത്. ഒന്നാമത്തെ ക്ലസ്റ്റർ ഇതുവരെ പൂർത്തിയായിട്ടില്ല. അത്തരത്തിൽ ഇനി ക്ലസ്റ്ററുകൾ അനുസരിച്ചാണെങ്കിൽ ഇനിയും ഏകദേശം ഒരു 10-12 കുട്ടികളൊക്കെ തന്നെ മത്സരിക്കാൻ ഇനിയും ബാക്കിയുണ്ട്. എന്തായാലും മത്സരം കലോത്സവത്തിന്റെ ആരവത്തിലേക്കൊക്കെ തന്നെ തിരുവനന്തപുരം കടന്നു കഴിഞ്ഞു. ഇപ്പം ഈ സ്കൂളിലെ കുറച്ച് കുട്ടികൾ കൂടെ ചേരുകയാണ്. ഈ സ്കൂളിലെ വോളണ്ടിയർമാരാണല്ലേ, കലോത്സവത്തിന്റെ വോളണ്ടിയർമാരാണല്ലേ നിങ്ങൾ? കലോത്സവം എങ്ങനെയുണ്ട്? വൈബാണോ മൊത്തത്തിൽ? അടിപൊളിയാ. എന്താ പൊളി? എങ്ങനെയാ? പുറത്തെ സ്കൂളിലെ പിള്ളേരൊക്കെ വന്ന് നിങ്ങളുടെ സ്കൂളിലൊക്കെ നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് അല്പം അഹങ്കാരം കുറവ് അങ്ങനെയൊക്കെ എന്തെങ്കിലും അവരെ വളരെ പരിഗണിക്കണമല്ലോ. സ്നേഹത്തോടെ എല്ലാവരും സ്വീകരിക്കുന്നത് അല്ലേ? എല്ലാവരും സ്നേഹത്തോടെ സ്വീകരിക്കുന്നത് അങ്ങനെയാണ്. ഇവിടുത്തെ നിങ്ങളുടെ ഡ്യൂട്ടി എന്തൊക്കെയാ? നിങ്ങളുടെ ഡ്യൂട്ടി എന്താ ഇവിടുത്തെ? ഞങ്ങൾക്ക് ഇപ്പം പ്ലാസ്റ്റിക് അങ്ങനെയുള്ളതൊക്കെ നോക്കുക. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ്. ഞങ്ങൾ ഗ്രീൻ പ്രോട്ടോകോൾ അങ്ങനെ മൊത്തത്തിൽ വൈബാണ്. നിങ്ങൾ പ്ലസ് കലോത്സവം എങ്ങനെയുണ്ട്? ചാക്യാരെ കണ്ടിട്ട് തോന്നി? ചാക്യാർ കൂത്ത് കണ്ടിട്ട് കൊള്ളാം. പുതിയൊരു ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പുതിയൊരു ആദ്യമായിട്ടാ കാണുന്നല്ലേ? നേരിട്ട് ആദ്യമായിട്ടാ. ഒരു പാട്ടായാലോ? അല്പം ഉറച്ചു പാടണം കേട്ടോ. സ്റ്റേജിനകത്ത് മാത്രമല്ല, പുറത്തും കലാകാരികളാ അല്ലേ? പട്ടം ഗേൾസ് അങ്ങനെയാണ്. നിങ്ങൾ മത്സരിച്ചായിരുന്നു? സ്കൂൾ തലത്തിലൊക്കെ നിങ്ങൾ മത്സരിച്ചായിരുന്നോ? നിങ്ങളെക്കാളും കലാകാരികൾ ഇവിടെ വേറെ ഉണ്ട് അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് കയറി പോകാൻ പറ്റിയില്ല, അതാണോ? വേറൊരു പാട്ടൂടെ ആയാലോ? ഏത് പാട്ടായാലും? നാടൻ പാട്ട്? മാമ്പഴം മോത്തി എന്തായാലും സ്റ്റേജിൽ മാത്രമല്ല, സ്റ്റേജിന് പുറത്തും ഇത്തരത്തിൽ കലാകാരന്മാരും കലാകാരികളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കലോത്സവ നഗരിയിൽ എന്ന് പറയുന്നത്. എന്തായാലും മൊത്തത്തിലൊരു വൈബായിട്ട് തിരുവനന്തപുരം മാറിക്കഴിഞ്ഞു.